മദ്യശാലകളുടെ രാത്രികാല പ്രവർത്തന സമയം 12 മണിവരെ നീട്ടാനുള്ള തീരുമാനം പോലീസുമായി ചർച്ച ചെയ്തില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയും പരിശോധിച്ചില്ല. വാഹന അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആർ രാജീവാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജീവ്, വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് അത്. കാരണം ഈ ബാറുകൾ രാത്രികാലം കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ അത് ആക്സിഡൻറ്റുകൾ അതോടൊപ്പം തന്നെ ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മദ്യപിച്ചെത്തുന്ന സംഘങ്ങളാണ് പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ കാരണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും ഈ ക്രമസമാധാന വിഷയം കൈകാര്യം ചെയ്യുന്ന പോലീസുമായി ഇത് ചർച്ച ചെയ്യാതാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് പറയുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നൊരു വിഷയമാണ്. ഗൗതം, തീർച്ചയായും വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. പ്രത്യേകിച്ചും ആരുമായും ചർച്ച ചെയ്യാതെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ബാർ ഉടമകളുടെ ആവശ്യം അതേപടി മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും അംഗീകരിക്കുകയായിരുന്നു. 2025 10-ാം മാസമാണ് ബാർ ഉടമകൾ ഇത്തരമൊരു ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ജനുവരി 29-നാണ് എക്സൈസ് മന്ത്രി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ഫയൽ മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. 2 ദിവസത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ബാർ ഉടമകളുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലൊന്നും തന്നെ പോലീസുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പോലീസുമായി ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ഉയരുന്ന വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഈ ബാറുകളുടെ പ്രവർത്തന സമയം ഇതുവരെ രാത്രി 11 മണിയായിരുന്നെങ്കിൽ ഇനി അത് 1 മണിക്കൂർ കൂടി നീണ്ട് 12 മണിയിലേക്ക് പോവുകയാണ്. 12 മണിവരെ ബാറുകൾ തുറന്നിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അത് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനാപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷാമം സേനയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹന പരിശോധന വളരെ കൃത്യമായി നടത്താൻ കഴിയുന്നില്ല. ഇതേതായാലും ഈ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിനും ക്രമസമാധാന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാക്കും എന്ന് തന്നെയാണ് പോലീസിൽ ഉയരുന്ന പൊതുവികാരം. മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ബാറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തതിനു ശേഷമായിരുന്നു ഈ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കേണ്ടിയിരുന്നത് എന്നാണ് പൊതുവായി ഉയരുന്ന ഒരു വികാരം. സർക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ടൂറിസം ലക്ഷ്യമിട്ടാണ് ഈ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പോലും പല മേഖലകളിലും, അതായത് പോലീസിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 11 മണിവരെ ബാറുകൾ തുറന്നിരിക്കുമ്പോൾ പോലും പലതര സ്ഥലങ്ങളിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ, അതായത് മദ്യപിച്ച ശേഷം വീടുകളിലേക്ക് എത്തി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത 10 മടങ്ങ് ഉണ്ടായി എന്ന് തന്നെയാണ് പോലീസിൻ്റെ പൊതു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വേണ്ടത്ര ചർച്ച വേണമായിരുന്നു. ഇതിനുശേഷം വേണമായിരുന്നു ഇത് നടപ്പാക്കാൻ എന്നാണ് പ്രധാനമായി ഉയരുന്ന വികാരം. നമുക്കറിയാം, മന്ത്രിസഭാ യോഗത്തിലോ ഇടതുമുന്നണി യോഗത്തിലോ പോലും ചർച്ച ചെയ്യാതെയാണ് ഇത്തരമൊരു തീരുമാനം എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് എടുത്തിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വലിയ പണപ്പിരിവ് തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അത്തരമൊരു ആരോപണം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. മാത്രമല്ല, CPI ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇതുവരെ പോയിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന് കാരണവും ഇതുതന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് കൂടി അനുകൂലിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇക്കാര്യത്തിലും പ്രതിപക്ഷ നേതാവ് ഉരുണ്ടുകളിക്കുകയാണ്. തങ്ങളോട് ഒന്നും പറഞ്ഞില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നില്ല. അതായത് സർക്കാർ എടുത്ത ഈ തീരുമാനത്തിനൊപ്പമല്ല എന്ന് പറയുമ്പോൾ പോലും മറ്റ് പ്രതിഷേധങ്ങൾക്ക് പോകുന്നില്ല എന്ന വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് കൂട്ടായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബാർ ഉടമകളും അതേ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റേത് വിരുദ്ധ നിലപാടാണ്. വേണ്ടത്ര ചർച്ചകൾ വേണമായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഓക്കെ രാജീവ്, എന്തായാലും ബാറുകളുടെ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമെന്നത് പോലീസുമായി ചർച്ച ചെയ്യാതെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നതാണ്. ബാറുകളുടെ സമയം കൂട്ടുമ്പോൾ സ്വാഭാവികമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും, അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാത്രി 12 മണി വരെയാണ് ഇനി ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും റോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസുമായി പോലും ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ബാർ മുതലാളിമാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു നിലപാട് നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുകയാണ്. ആർ രാജീവാണ് വിവരങ്ങളുമായി ചേർത്ത്.